Hi friends, തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ പുതിയൊരു ടോപ്പിക്കിലോട്ട് പുതിയൊരു വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി സപ്പോർട്ടിംഗ് റിയാക്ഷൻസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് ഷോൺ ഫിഗർ. ആ ഫിഗർ തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഗർ ഇതാണ്, ഇതിൽ കാണാൻ പറഞ്ഞത് ഇതാണ്: ഫൈൻഡ് ദി സപ്പോർട്ടിംഗ് റിയാക്ഷൻസ്. സപ്പോർട്ടിംഗ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ആണ്, കാരണം രണ്ട് എൻഡിലാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഇത് നോക്കുക, സപ്പോർട്ടിംഗ് റിയാക്ഷൻസ് എന്നാൽ ഇതാണ് സപ്പോർട്ടിംഗ് റിയാക്ഷൻസ്. ഓക്കെ, രണ്ട് എൻഡിൽ ഉള്ള ആ സപ്പോർട്ട് ചെയ്യുന്ന റിയാക്ഷൻസിനാണ് സപ്പോർട്ടിംഗ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഏതിലും ഇതിലുള്ള ഈ ഫോഴ്സുകൾ കണ്ടെത്തണം. അപ്പോൾ ഞാൻ ഇതിന് കൊടുത്തു RA എന്ന് കൊടുത്തു, ഇതിന് RB എന്ന് കൊടുത്തു, ഇത് W. ഇനി എങ്ങനെ നമുക്ക് ഇതിലെ RAയും RBയും കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മളടുത്ത് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന കേസിൽ 3 കേസ് ഉണ്ടായിരുന്നു. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ 3 ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ 2 ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. 2 എന്നല്ല 3 യൂസ് ചെയ്യാം. പക്ഷെ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ശരിക്കും ആവശ്യമില്ല. കാരണം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ സമ്മാണ്. ഇതിൽ എല്ലാം വെർട്ടിക്കലാണ്. ഇതിൽ ഫസ്റ്റ് ഫോഴ്സ് RA മുകളിലോട്ട്, W താഴോട്ട്, RB മുകളിലോട്ട്, അല്ലേ? RA മുകളിലോട്ട്, W ഡൗൺവേർഡ്, RB അപ്വേർഡ്. എല്ലാം വെർട്ടിക്കലാണ്. ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ എല്ലാം വെർട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് എന്ന കമ്പോണന്റ് ഇതിലില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് 0 ആണ്. അതാണ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ നമ്മളായിട്ട് ഒഴിവാക്കണമല്ല, 0 ആയതുകൊണ്ട് ആവശ്യമുള്ളതാണ്. നെക്സ്റ്റ് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 വേണ്ടി വരും, കാരണം എല്ലാം വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ഒരു വെർട്ടിക്കലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണം. അടുത്ത സിഗ്മ എം നോട്ട് അല്ലെങ്കിൽ എം ഓസ് ഈക്വൽ ടു 0, എബൌട്ട് ദി പോയിന്റ് ഈക്വൽ ടു 0. ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതാണ്: ഫൈൻഡ് ദി RA ആൻഡ് RB. ഇതാണ് സിമ്പിളായി പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇതാണ്, ഇതിന് RAയും RBയും കണ്ടുപിടിക്കണം. ഫിഗർ ചിലപ്പോൾ എക്സാമിന് തന്നോളന്നില്ല, പകരം അവർ പറയും ഫൈൻഡ് ദി സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് ദി എന്താ പറയുക സെന്റർ ഓഫ് ദി ബീം. അതായത് പോയിന്റ് ലോഡ് അതിന്റെ സെന്ററിൽ, എക്സാക്ട് സെന്ററിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എല്ലാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് L/2. ഓക്കെ, മൊത്തം ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ L ലെങ്ത് ഉള്ള ബീമിൽ അതിന്റെ സെന്ററിൽ ഒരു W ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ RAയും RBയും എത്ര എന്നാണ്. ഇതിന് ശരിക്കും മീനിങ് എന്താണെന്ന് ചിന്തിച്ചു നോക്കും. ഈ ഒരു ബീമിൽ W എന്ന് പറഞ്ഞ ലോഡ് വരുന്നുണ്ട്. ഇതാണ് കണ്ടീഷൻ. ആക്ച്വലി നമ്മൾ സിവിൽ എഞ്ചിനീയർ നോക്കുന്ന സമയത്ത് ഒരു ബീം ഉണ്ട്, ആ ബീമിൽ ടോട്ടൽ വരുന്ന ലോഡ് W. ന്യൂമറിക്കൽ വാല്യൂ 10, 20, 30, അത് എന്തായിക്കോട്ടെ, നമ്മൾ കോൺസെപ്റ്റിൽ W എന്ന് പറഞ്ഞ ടോട്ടൽ വാല്യൂ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബീം ഈ ലോഡിനെ താങ്ങി നിർത്താൻ അതൊരു ഒരു കപ്പാസിറ്റി ആണ്. ആ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ 2 സപ്പോർട്ടിൽ അത് എത്രത്തോളം തിരിച്ചിട്ട്, ഇപ്പൊ മുകളിലോട് വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം, ഫെയിലിയർ ആവാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ബീമിൽ എത്ര കൊടുക്കണം. ഈ വെർട്ടിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പില്ലറാണ്. ഒരു ബീം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന പില്ലറാണ് ഈ സപ്പോർട്ട് റിയാക്ഷൻസ്. അവരാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പില്ലർ അപ്വേർഡ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ പില്ലറിന്റെ കപ്പാസിറ്റി അവർ ഫോർവേഡ് അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാണെന്നാണ് ആക്ച്വലി ചെയ്യണത്. അപ്പൊ ഇതാണ് ഇതിന്റെ എന്താ പറയാ ബിഹൈൻഡ് ദി സ്ക്രീനിലുള്ള നമ്മുടെ തിയറീസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ചെയ്ത് പോകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നും ഇത് എന്താണ് ചെയ്തത് മനസ്സിലാവില്ല. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇതാണ് കോൺസെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പില്ലർ ഒഴിവാക്കി സപ്പോർട്ട് റിയാക്ഷൻസ് നോക്കി ലോഡ്, ചിലപ്പോൾ ഇതിവിടെ ചെയറോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കാവോ ഒരാള്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിമനെ കൊണ്ട് വെച്ച് ആ പ്രതിമ താങ്ങാനുള്ള കപ്പാസിറ്റി, ഒരു ബീമൊക്കെ കൊണ്ടിട്ട് അതിനൊരു പ്രതിമനെ ഒരു വെക്കണ കണ്ടീഷൻ. അപ്പോൾ ആ പ്രതിമനെ താങ്ങി അതിന്റെ വെയിറ്റ് ഉണ്ടാവില്ല, അത് താങ്ങി നിർത്തണമല്ലോ. അപ്പോൾ അത് എത്രയെന്നാലും കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസാണ് ഈ വരുന്നത്. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്താണ്, നമുക്ക് ലോഡാണ്, സിവിൽ എഞ്ചിനീയർക്ക് ഇത് ലോഡാണ്. അവ എന്ത് ചെയറാണോ, ആളാണോ, മരമാണോ, ബസ്സാണോ, ലോറിയാണോ, അതൊന്നും പ്രശ്നമില്ല. നമുക്കവിടെ വരുന്നത് നമ്മുടെ കോൺസെപ്റ്റിൽ ലോഡ്, ഒരു വെയിറ്റ് വരുന്നു, ഒരു ലോഡ് വരുന്നു എന്നുള്ളതാണ്. തിരിച്ച് പില്ലർ എന്നുള്ളതാണെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റിൽ അത് സപ്പോർട്ടിങ് റിയാക്ഷൻസ്, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ലെങ്ത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക, നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസാണ് യൂസ് ചെയ്യുക. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഓക്കെ, ചെയ്ത് നോക്കാം.
അപ്വേർഡ് ഉള്ളത് ഞാൻ പോസിറ്റീവ് ആക്കി എടുക്കും, ഡൗൺവേർഡ് ഉള്ളത് നെഗറ്റീവ് ആക്കി എടുക്കും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കേസ്. ഓക്കെ, അപ്വേർഡ് ഉള്ളത് പോസിറ്റീവ് ആക്കി എടുക്കും, ഡൗൺവേർഡ് ഉള്ളത് നെഗറ്റീവ് ആക്കി എടുക്കും. അത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കമ്പോണന്റ് കാണുന്ന കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആക്സിസ് എക്സ് ആക്സിസും വൈ ആക്സിസ് ഒക്കെ വരച്ചിട്ട് അപ്വേർഡ് വരുന്ന ഫോഴ്സ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ അപ്വേർഡുള്ള സ്വാഭാവികമായിട്ടും ഓക്കെ ഇതിന് അപ്വേർഡ് അല്ലേ, ഇത് അപ്വേർഡ് അല്ലേ, പോസിറ്റീവ്. ഡൗൺവേർഡ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെടുക്കാറ് നെഗറ്റീവ് കൊടുക്കും. ഓക്കെ, ഇനി ഇവിടെ ഇംഗ്ലൈൻഡ് കേസിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂൾസിലോട്ട് തന്നെ ഇതിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. എന്തായാലും കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. സിമ എഫ് ഐ സിക്കൽ 0, അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ് ആ കേസിൽ. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് എന്നത് 6, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് 6 പ്ലസ് ഡബ്ല്യു ആണ്. ഡബ്ല്യു ഡൗൺവേർഡ് ആണ് അല്ലേ. അപ്പൊ ഞാൻ എന്താണ് ഡൗൺവേർഡ് ആണ്, മൈനസ് ആണ് ഡബ്ല്യു. അടുത്ത ഫോഴ്സ് ഉള്ളത് ആർ ബി ആണ്, പ്ലസ് ആർ ബി സീക്വൽ ടു 0. 0 കൊടുക്കാൻ കാരണം ഒരു 6 ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, ആർ ബി ഉണ്ട്. ആറയും അപ്വേർഡ് ആണ്, ഡബ്ല്യു ഡൗൺവേർഡ് ആണ്. അപ്പൊ അതനുസരിച്ചുള്ള സൈന് കൊടുത്തു, സീക്വൽ ടു 0. ഓക്കെ, സിഗ്മ എഫ് ഐ കണ്ടു, സീക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഇതിന് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് മോഡലാക്കി എഴുതാം, ഒന്ന് ഓർഡറാക്കി എഴുതാം. നമുക്ക് അറിയാത്ത രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, 6 പ്ലസ് ആർ ബി സീക്വൽ ടു ഈ മൈനസ് ഡബ്ല്യൂനെ ഞാൻ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് മൈനസ് ആണ്. ഇപ്പോൾ വരുന്ന സമയത്ത് എന്താവും, പ്ലസ് ഡബ്ല്യു എന്നാണ്. 6 പ്ലസ് ആർ ബി സീക്വൽ ടു ഡബ്ല്യു, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ അടുത്തൊരു ഇക്വേഷൻ എന്നുള്ളത് ഞാൻ സ്പേസ് കുറവ് കാരണം ഈ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് താഴെ നോട്ട് ചെയ്തിട്ട് 6 പ്ലസ് ആർ ബി സീക്വൽ ടു ഡബ്ല്യു നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണ്, വേറൊന്നുമില്ല. അപ്പോൾ അടുത്ത ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. സിഗ്മ എം നോട്ട് സീക്വൽ ടു 0 എന്നാണ് നമ്മൾ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ നമ്മൾ എ ബി സി ഏതെങ്കിലും ഒരു പോയിന്റ്, സി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള എടുക്കണം എന്നുള്ളതാണ്. അബൌട്ട് എ ഓർ ബി ഓർ സി. ഓക്കെ, എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ എയിം എന്നുള്ളത് ആരെയും ആർ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഒന്നെങ്കിൽ അബൌട്ട് എ എടുക്കുക, ബി എടുക്കുക. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഫോഴ്സ് ആണോ ആ ഫോഴ്സിലായിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുക. അപ്പൊ ഞാൻ എ എടുത്തു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്മ എം എ സീക്വൽ ടു 0, അതായത് മൊമെന്റ് അബൌട്ട് എ പോയിന്റ് എ സീക്വൽ ടു 0. ഓക്കെ, ഞാൻ എന്തായാലും അതിന്റെ മൊമെന്റ് ചെയ്ത് നോക്കുകയാണ്. 6 ഫസ്റ്റ് ഈ 6 എന്ന് പറയുന്ന ഫോഴ്സിന്റെ മൊമെന്റ് 6 ഇൻറ്റു എങ്ങോട്ടാണ്, എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് അല്ലെ. 6 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമ്മൾ എം എ ആണ് എടുത്ത്, അതുകൊണ്ട് എല്ലാം എയിലോട്ടുള്ള ഡിസ്റ്റൻസ്. 6 എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അവിടെ എ എന്ന് പറഞ്ഞ ഫോഴ്സ് വരെ ഉള്ള ഡിസ്റ്റൻസ് രണ്ടും കണ്ടോ. 6 അയക്കുന്നത് എവിടെയാണ്, എ തന്നെയാണ്. അപ്പൊ ഈ 6 7 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാ, ഡിസ്റ്റൻസ് ഇല്ല. അപ്പൊ 6 ഇൻറ്റു 0. ഓക്കെ, അപ്പൊ ചിലർക്ക് ഡൗട്ടായി, ഇത്ര നേരം 6 എടുത്ത് പോയി. ഇവിടെ എന്താണ്, എം എന്ന് പറഞ്ഞ മൊമെന്റ് ആണ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ, ഇവിടെ 0. ഓക്കെ, അത് അപ്വേർഡ് മൊമെന്റിന്റെ ലോഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ സൈൻ കൊടുക്കണമായിരുന്നു. ഓക്കെ, അടുത്തത് ഡൗൺവേർഡ് വരുന്ന ഫോഴ്സിന്റെ. അപ്പൊ അത് ഡൗൺവേർഡ് ആയതുകൊണ്ട് തന്നെ ഡബ്ല്യു എന്നുള്ള ഓട്ടോമാറ്റിക് കൊടുത്തു. അടുത്ത ലോഡ് എന്നുള്ള ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യു ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡബ്ല്യു ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, നമുക്ക് എയിലോട്ടാണ് കണ്ടോ, എം എ എല്ലാ മൊമെന്റും എയിലോട്ടാണ്. ഡബ്ല്യു ഇൻറ്റു ലോഡ് കിട്ടി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു എ. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഡബ്ല്യു ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഡബ്ല്യു ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ L/2. പിന്നെ ഡൗട്ട് എന്നോട് മൈനസ് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. അതിൽ വേറെ മീനിങ് കൂടെ ഉണ്ട്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത്. അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ ഇങ്ങനെ പറയുന്നു. ഓക്കെ, ഇനി ഒരു ഫോഴ്സ് കൂടെ ബാക്കിയുണ്ട് അല്ലേ. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ബി ആണ്. പ്ലസ് ആർ ബി ഇൻറ്റു
പ്ലസ് കൊടുക്കാൻ കാരണം ആർ ബി അപ്വേർഡാണ്. അപ്പോൾ ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എടുത്തു അല്ലേ, കാരണം നമ്മൾ എം എ എന്ന് പറഞ്ഞത് എയിലോട്ടുള്ള മൊമെന്റ് എന്നാണ്. അപ്പോൾ അപ് ടു എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതെന്ന് പറഞ്ഞാൽ എൽ ആണ്. ആർ ബി സീക്വൽ ടു എൽ, ആർ ബി ഇൻറ്റു എൽ സീക്വൽ ടു 0. അങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കാൻ കാരണമൊന്നുമല്ല, അല്ലാതെ എഴുതുമ്പോൾ ഈ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും പിന്നെ തെറ്റിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ബ്രാക്കറ്റ് കറക്റ്റ് ഇട്ട് പോവുക. കാരണം ഒരു മൊമെന്റ് ആണ് ആർ എ ഇൻറ്റു 0, അതിന് ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് അടുത്ത് തരുമ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു, അതിനും ബ്രാക്കറ്റ് ഇടാം. അങ്ങനെ ഓരോന്നിനും ബ്രാക്കറ്റ് പോവാം. ഓക്കെ, അതായത് ഇഷ്ടമുള്ള സമയത്ത് ബ്രാക്കറ്റ് പോകാന്നുള്ളതല്ല. നമ്മൾ ഇതിന്റെ മൊമെന്റ് കണ്ടു ആർ എ ഇൻറ്റു 0, അതൊരു ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുക. ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു ആ വാല്യൂ ചെയ്യുക, അതുപോലെ ലാസ്റ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആർ എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, ആർ എ ഇൻറ്റു 0 പറഞ്ഞാൽ 0. പിന്നെ ഞാനത് 0 എന്നുള്ള വാല്യൂ ഇവിടെ എഴുതുന്നില്ല. പിന്നെ നമുക്ക് ഈ ടേം ക്യാൻസൽ ആയി പോയി. ബാലൻസ് ഇവിടെ ഉള്ളത് പിന്നെ മൈനസ് ആണ്. ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു, അത് നമുക്ക് അതിൽ ഒന്നും അറിയില്ല. അപ്പോൾ ഡബ്ല്യു മൈനസ് ഡബ്ല്യു എൽ ബൈ ടു കിട്ടും. ഇനി പ്ലസ് ആർ ബി ഇൻറ്റു എൽ ഈക്വൽ ടു 0. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടത് ആർ ബി ഇൻറ്റു എൽ. ഓക്കെ, അല്ലെങ്കിൽ ഈ ആർ ബി ഇൻറ്റു എല്ലിനെ ഇവിടെ നിർത്തി, ഇത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ആർ ബി ഇൻറ്റു എല്ലിനെ ഇവിടെ നിർത്തി, സമത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അവിടെ നിർത്തി. ഈ ഡബ്ല്യു മൈനസ് ഡബ്ല്യു എൽ ബൈ ടുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? മൈനസ് അല്ലേ, അതങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയി. ഡബ്ല്യു എൽ ബൈ ടു എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആർ ബിയും ആർ യുമാണ് കണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിൽ ആർ ബി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആർ ബി ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു. ഓക്കെ, അത് ഇവിടെ ഉള്ളത് തന്നെ ഡബ്ല്യു എൽ ബൈ ടു. ഇവിടെ എൽ ഉണ്ട് കേട്ടോ, ആർ ബി ഇൻറ്റു എൽ. അപ്പോൾ എൽ ഇവിടെ എന്താ പറയുക, ആർ ബി ഇൻറ്റു എൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത്, ആർ ബി ഗുണിക്കണം എൽ. സ്വാഭാവികമായിട്ടും ആർ ബി ഇൻറ്റു ആർ ബി ഗുണിക്കണം എൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിക്കണം എന്നാവും, ഡിവൈഡ് ബൈ എന്നാവും. അപ്പോൾ എല്ല്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എല്ല് ഉണ്ട്, ഇവിടെ എല്ലുണ്ട്. അപ്പോൾ ഈ എല്ല് പിന്നെ കട്ടായി പോകും. ബാലൻസ് ഉള്ളത് ഡബ്ല്യു ബൈ ടു എന്നാവും. ഓക്കെ, കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇവിടെ ഇതും കൂടി ഞാൻ പറയുന്നുണ്ട്, മൈനസ് ഡബ്ല്യു എൽ ബൈ ടു പ്ലസ് ആർ ബി ഇൻറ്റു എൽ. അത് നേരത്തെ ഇത് പറഞ്ഞപ്പോൾ വന്ന ഡൗട്ട് ഇതായിരിക്കും, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. മൈനസ് ഡബ്ല്യു എൽ ബൈ ടു പ്ലസ് ആർ ബി ഇൻറ്റു എൽ സിക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഇവിടെ മൈനസ് ആണ് അല്ലേ. മൈനസ് ഡബ്ല്യു എൽ ബൈ ടു എന്ന് പറഞ്ഞത് മൈനസ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും പ്ലസ് ആവും. നമ്മൾ വായിക്കണ മീനിങ് അത് രീതിയിൽ തന്നെ എടുത്താൽ ഞാൻ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ആർ ബി സിക്വൽ ടു ഡബ്ല്യു ബൈ ടു എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. പിന്നെ അതിൽ മാത്രം ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. ആർ ബി സിക്വൽ ടു ഡബ്ല്യു ബൈ ടു, ഇക്വേഷൻ നമ്പർ 2. അതായത് നമുക്കിത് കിട്ടി, ആർ ബി എത്ര എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആർ ഐയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം കംപ്ലീറ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1, അതായത് 2 ഇക്വേഷൻ 1 കൊടുത്തിട്ട്. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരുന്നു? ആർ എ പ്ലസ് ആർ ബി സിക്വൽ ടു ഡബ്ല്യു. അപ്പോൾ ഇതിൽ നമുക്ക് ആർ ബി അറിയാം. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ ടു, ഡബ്ല്യു ബൈ ടു സിക്വൽ ടു ഡബ്ല്യു. ഇനി നമുക്ക് ആർ എ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ആർ എ സിക്വൽ ടു ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ടു അല്ലേ, കാരണം ആർ എ പ്ലസ് ഡബ്ല്യു ബൈ ടു നമ്മൾ കൊണ്ടുപോകണം എന്താണോ അതിന്റെ സൈൻ നോക്കുക. ആർ എ പ്ലസ് ഡബ്ല്യു ബൈ ടു പ്ലസ് ഡബ്ല്യു ബൈ ടു ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഡബ്ല്യു ബൈ ടു എന്നാവും. ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ടു, ഒരു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ഡബ്ല്യു അല്ലേ, ഒരു ഫുൾ ഡബ്ല്യു കംപ്ലീറ്റ് ഡബ്ല്യു, അതിന് ഡബ്ല്യു ബൈ ടു, അതായത് അര ഡബ്ല്യു. ഒരു ഫുള്ളെന്ന് ഒരര കുറച്ചാൽ ഒരര, അതായത് ഒന്നിന്ന് പകുതി കുറച്ചാൽ പകുതി. ഇവിടെ എത്ര ബാലൻസ് വരാം? ഡബ്ല്യു ബൈ ടു. ഇത് ഇങ്ങനെയും ചെയ്യാം. ഇനി ആർ എ സിക്വൽ ടു ഡബ്ല്യു ബൈ ടു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആർ എ സിക്വൽ ടു ഡബ്ല്യു ബൈ ടു, ആർ ബി സിക്വൽ ടു ഡബ്ല്യു ബൈ ടു. അതായത് ഈ ഡബ്ല്യുവിനെ താങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിന് ആർ എന്ന സപ്പോർട്ടിന് ഡബ്ല്യു ബൈ ടു ഇതിൻ്റെ പകുതിയെങ്കിലും ലോഡ് ഇപ്പുറം പകുതി പുറത്തും കൊടുക്കണം, എന്നാൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ തിയറി അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ
മാത്തമാറ്റിക്കലായിട്ട് ചെയ്യേണ്ട ആളുകൾക്കും ചെയ്യാം. ഇത്ര കോൺസെപ്റ്റ് തിരിയാതെ ഒന്നിന്ന് അര കുറച്ചാൽ അര എന്നുള്ളത് അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. W ഇൻറ്റു 2 അല്ലേ? അപ്പോൾ 2W മൈനസ് ഇവിടെ എന്താണ് W ഇൻറ്റു 1 W ബൈ 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 അപ്പോൾ 2W W ആയാൽ W 1 ഇൻറ്റു 2 W ബൈ 2 കണ്ടോ? സെയിം ആൻസർ. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും ചെയ്യാം, അതിലൊന്നും തർക്കമില്ല. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീമിൽ പോയിന്റ് ലോഡ് സെൻറ്ററിൽ വരുന്ന കേസിൽ പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു കേസിൽ UDL വരുന്ന കേസ് കൂടെ ഡിസ്കസ് ചെയ്ത് നോക്കാം.